നാടിന്റെ വിഭവശേഷി കുറവായിരുന്നു. ഒരുപാട് ആവശ്യം എങ്ങനെ നിറവേറ്റു? ഇപ്പൊ 2016 അത് പരിഹരിക്കുന്നതിനാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബിയെ പുനർജീവിപ്പിച്ചപ്പോ ഞങ്ങൾ അന്ന് കണ്ടത് 50,000 കോടി രൂപയുടെ നിക്ഷേപം പൊതു പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് നല്ല രീതിയിൽ പശ്ചാത്തല സൗകര്യ വികസനം കൊണ്ടുവരിക. ആ ഗവൺമെന്റ് അവസാനിക്കുമ്പോൾ 21-ന് കണ്ടത് 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുത്തതാണ്. ഇപ്പൊ എത്രയാണെന്നറിയോ? 90,000 കോടി രൂപയുടെ പദ്ധതികളാണ്. നിങ്ങളെല്ലാം വടക്ക് കേരളത്തിൽ വരുന്നവരാണല്ലോ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ കഴിയുന്ന നാടാണല്ലോ കേരളം. സ്കൂൾ കെട്ടിടം, നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങള്, റോഡുകള്, പാലങ്ങള്, മേൽപ്പാലങ്ങള്, വിവിധ പദ്ധതികള്, അങ്ങനെ എന്തെല്ലാം. ഈ പറഞ്ഞ നാഷണൽ ഹൈവേ കൊടുത്തി 5,600 കോടി കിഫ്ബിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോ നാടിന് വലിയ തോതിലുള്ള മാറ്റം വന്നിരിക്കുന്നു എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക. നാഷണൽ ഹൈവേയുടേത് മാത്രമല്ല, 2 പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഒന്ന് ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ നാട്ടിൽ ആരംഭിക്കാൻ നിശ്ചയിച്ചപ്പോ തുടക്കം കുറിച്ച മറ്റ് സംസ്ഥാനങ്ങൾ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി ഗ്യാസ് അതിലൂടെ